ഗൈസ്. ഇതെൻ്റെ രണ്ടാമത്തെ ഇൻട്രോ വീഡിയോ ആണ്. യൂട്യൂബ് ചാനലിൽ ആകെയുള്ളൊരു വീഡിയോ എൻ്റെ ഇൻട്രോ വീഡിയോ ആണ്. അത് വളരെ വലിയൊരു സത്യമാണ്. പിന്നെ എനിക്ക് അങ്ങോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല. ഒരു കൊല്ലമായി തോന്നുന്നു, ഒരു കൊല്ലം കഴിഞ്ഞു കേട്ടോ ആ വീഡിയോ ഇട്ടിട്ട്. ഞാൻ ദുബായിൽ വന്ന ടൈമിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. രണ്ടാമത്തെ കൊല്ലമായപ്പോഴാണ് പിന്നെ അടുത്ത വീഡിയോ ഇടാൻ തോന്നുന്നത്. എന്ത് ചെയ്യാനല്ലേ, ജീവിതം അങ്ങനെയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് തോന്നുമ്പോൾ യൂട്യൂബിലേക്ക് ഇറങ്ങും. ഇനി ഇതിനകത്തൊന്നും നിവൃത്തിയില്ലെന്ന് കാണും, പിന്നെ പോകും. സിമ്പിൾ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല, ശരിക്കും നിവൃത്തിയില്ല. ഞാനിപ്പം എന്തായാലും കുറച്ച് കണ്ടന്റ് ചെയ്യണം. ഇത് ഇപ്പം പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമാണ്, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം. കണ്ടന്റ് ക്ഷാമം കാരണം ക്രിയേറ്റർ മാത്രമേ ആവാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പിന്നെ കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ വേണ്ടി ഞാൻ എനിക്കറിയാവുന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും. ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ട് 1.5 years ആയി. ആ പ്രാവശ്യം നാട്ടിലൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതും വീഡിയോ എടുത്തിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ എൻ്റെ ക്യാമറ പൊങ്ങുന്നില്ല. എന്ത് ചെയ്യാനാ, ശരിയാവുമായിരിക്കും. എന്തായാലും വീഡിയോ എടുത്തിടാൻ തീരുമാനിച്ചു. എന്താ ഇപ്പോൾ പറയുക, 43 അല്ല സോറി, ഈ കഴിഞ്ഞ ദിവസം ഒരു ജോലി ജോയിൻ ചെയ്തത്. അപ്പം 44 സബ്സ്ക്രൈബേഴ്സ് ഒരു വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ എനിക്കാണ്. സോ അവർക്ക് വേണ്ടിയെങ്കിലും ഞാൻ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇവിടുത്തെ കുറച്ച് എൻ്റെ ഡെയിലി റൂട്ടീൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ ദുബായ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിക്കും, അത്ര നന്നായി അറിയുന്നില്ല, കാരണം ഞാനും ഇതുവരെ ദുബായ് എന്താണെന്ന് താമസിച്ചില്ല. സോ ബട്ട് നമുക്കൊന്നിച്ച് പഠിക്കാം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഡാൻസ് കളിക്കും, അതൊക്കെ നിങ്ങൾ സഹിക്കേണ്ടി വരും. പിന്നെ അടുത്തെന്താ, ഞാൻ കുറച്ച് വരയ്ക്കും, അതും നിങ്ങൾ സഹിക്കേണ്ടി വരും. പിന്നെ എനിക്ക് എഡിറ്റിംഗ് വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ്, അതും ഞാൻ ചെയ്യാം. സകലകല വല്ലഭ്യാണ്. എന്ത് ചെയ്യാനാ. അപ്പം അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺ. അത് കൂടുതൽ ഇപ്പം എന്ത് പറയാനാ. ദെൻ ഹൗ ഐ ഗോട്ട് മൈ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ്, ഞാനിവിടുത്തെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എന്നോട് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കാം. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത്, അങ്ങനത്തതൊക്കെ അത് ഷെയർ ചെയ്യും. ഒത്തിരി തടിച്ചോണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഡബിൾ ചിന്നൊക്കെ കണ്ടു, എന്നെക്കാളും കൂടുതൽ ആവേശം അവനാ തള്ളി പുറത്തേക്ക് വരുന്നത്. എല്ലാം ശരിയാവുമായിരിക്കും, ആത്മവിശ്വാസമാണല്ലോ. പിന്നെ നിങ്ങൾക്ക് സുഖമല്ലേ, എനിക്ക് സുഖം. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ തന്നെ ആയിരിക്കില്ല എൻ്റെ ചാനൽ കൂട്ടി പോയത്. ഇതായി ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് തീരുമാനിച്ചു. ഇത് നമുക്ക് കൈ കിടക്കുന്ന ഒരു സാധനം കൊണ്ട് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ, എഡിറ്റ് ചെയ്ത്. പക്ഷെ ഞാനത് ഭയങ്കര കാര്യമാക്കി എഡിറ്റ് ചെയ്ത് പോപ്പാക്കി ഇട്ടിട്ട് 99 വ്യൂസ് അങ്ങനെ ഉള്ളു. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. പക്ഷെ ആ 99 പേര് എന്തോരുണ്ടെന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കി. അത്രയും പേരെങ്കിലും കണ്ടല്ലോ അല്ലേ, ശരിയാ. ബൈ. നമുക്കെന്നേരം ഇനിയും കാണാം.